നമസ്കാരം. ഫണ്ട് സിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ദീപാവലിയുടെ എല്ലാ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ദിവാലി പിക്കായിട്ടൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രത്യേകിച്ച് ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ച് കുറച്ച് ഒരു നല്ലതായിരിക്കും ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് നോക്കി വെക്കുന്നത്. ഈ സ്റ്റോക്ക് വേറൊന്നുമല്ല, മുത്തൂറ്റ് ഫിനാൻസ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ റേഷ്യോസ് അനലൈസ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഭാവിയിലേക്ക് എന്തായിരിക്കും, അതേപോലെ തന്നെ ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് റിസ്ക് എന്തൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഒരു മിറ്റിഗേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രധാന പ്രതിപാദന വിഷയം. മുത്തൂറ്റ് ഫിനാൻസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏകദേശം ഒരു 3300 ആ ഒരു വില നിലവാരത്തിലൊക്കെയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടൊക്കെ അത് കുറച്ച് മുകളിലേക്കൊക്കെ വരികയൊക്കെ ചെയ്തു. നമുക്കറിയുന്ന പോലെ തന്നെ മുത്തൂറ്റ് ഫിനാൻസ്, അതിനെക്കുറിച്ച് പേര് കേൾക്കാത്ത മലയാളികളൊന്നും ആരും ഉണ്ടാവില്ല. കേരളത്തിന് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ വളരെയധികം ബ്രാഞ്ചസ് ഉണ്ട്. 5000-ലേറെ ബ്രാഞ്ചസ് ഉണ്ട്. നോർത്ത് ഇന്ത്യയിലും ഉണ്ട്. പക്ഷെ സൗത്ത് ഇന്ത്യയിലുള്ള അത്രയും ഇല്ല എന്ന് മാത്രം. പ്രധാനമായും മുത്തൂറ്റ് ഫിനാൻസിന്റെ റവന്യൂ വരുന്നത് ഗോൾഡ് ലോൺ ഡിസ്പേഴ്സലാണ്, അഥവാ ഇൻട്രസ്റ്റ് ഇൻകമാണ് പ്രധാനപ്പെട്ട, പലിശയുടെ ഇൻകമാണ് പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്. നമുക്ക് പെട്ടെന്ന് നമ്പേഴ്സിലേക്കും ഫിനാൻഷ്യൽ റേഷ്യോസിലേക്കും ഒന്ന് പോകാം. കാരണം ഇത് ഒരു പരിധിവരെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ ശക്തി നിർണ്ണയിക്കപ്പെടാൻ വേണ്ടിയിട്ട് സഹായകരമാകും. കഴിഞ്ഞ വർഷത്തെ EPS നോക്കുകയാണെങ്കിൽ ഏകദേശം 132.84 രൂപയിലേക്ക് നിൽക്കുന്നു. അതായത് അതിന് മുമ്പത്തെ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 23% വർധനവ്. ROE, ROC മുതലായവ ഒക്കെ വളരെ ഒരു സ്റ്റെബിലൈസ്ഡ് ആണെന്ന് കാണാം. നമുക്ക് ഏകദേശം 19%, അതേപോലെ തന്നെ 5%-ലേക്ക് അടുത്തിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 26% ഇരിക്കുന്നു. ഡെറ്റ് ടു ഇക്വിറ്റി നമ്മൾ നോക്കുമ്പോൾ ഒരു കുറച്ചൊന്ന് ഉയർന്നതായിട്ട് കാണാം അതിന് മുൻ വർഷങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എങ്കിൽ പോലും ഒരു ഫിനാൻസിങ് രംഗത്തെ ഒരു കമ്പനിയെ സംബന്ധിച്ച് അതൊരു ഭയങ്കര വലുതായിട്ടൊന്നും നമ്മൾ കണക്ക് കൂട്ടേണ്ട ഒരു ആവശ്യമില്ല. ഗ്രോസ് NPA എന്ന് പറയുന്നത് 3.4 നിൽക്കുന്നു. നെറ്റ് NPA 1.5 എന്ന നിലവാരത്തിൽ നിൽക്കുന്നു. വാല്യുവേഷൻ വളരെ ഡീസന്റ് വാല്യുവേഷനാണ്. പെട്ടെന്നുള്ള ഒരു വിലക്കയറ്റം കൊണ്ട് നമ്മൾ നോക്കിയാൽ കാണാം ഏകദേശം ഒരു 18 എന്ന് പറയുന്ന ഒരു PE റേഷ്യോയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് ഏകദേശം 13-14 എന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു PE റേഷ്യോയിലൊക്കെയാണ് നിന്നിരുന്നത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 3.26. നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ്, നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഗ്രോസ് NPA 3.4 സ്റ്റഡി ആയിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് ആ ഒരു ലെവലിലുള്ള ഒരു റിസ്ക് കമ്പനി കാലങ്ങളായിട്ട് ഏറ്റെടുത്തതായിട്ടും അത് വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിട്ടും കാണാൻ കഴിയും. ആവറേജ് ലോൺ ടു വാല്യൂ റേഷ്യോ 60 മുതൽ 70 എന്നൊക്കെയാണ് അവരുടെ ബുക്സിന്റെ അകത്ത് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് 61% എന്നാണ്. 63%-ൽ നിന്നും 61-ലേക്ക് താഴ്ന്നു. ഇപ്പൊ ലോൺ ടു വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കൊലാട്രൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വർണ്ണമാണ്. സ്വർണത്തിന്റെ 61% ലോണായിട്ട് കൊടുക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഗോൾഡ് ലോൺ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു കമ്പനിയെ സംബന്ധിച്ചും ഇത് ഏറ്റവും ചുരുങ്ങിയ ഒരു ലോൺ ടു വാല്യൂ റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ കമ്പനി കുറച്ചുകൂടി സുസ്ഥിരതയും അതേപോലെ തന്നെ സുരക്ഷിതവുമായിരിക്കും. നമ്മുടെ ഈ പ്രൈസ് വോളട്ടിലിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഒരു റിസ്ക്. 87%-ഓളം മൊത്തമുള്ള ബിസിനസിൻ്റെ ഗോൾഡ് ലോൺ തന്നെയാണ്. മുത്തൂറ്റ് ഹോം ഫിനാൻസ്, മുത്തൂറ്റ് മണി മൈക്രോ ഫിനാൻസ് ഇവയൊക്കെ സബ്സിഡിയറിയാണ്. അപ്പോൾ ഇവരിൽ നിന്നുള്ള ഒരു റവന്യൂ ഒക്കെ വളരെ കുറവാണെന്ന് വേണമെങ്കിൽ കാണാൻ കഴിയും. പക്ഷെ 87%-വും ഈ പറഞ്ഞ പോലെ ഇൻകം വരുന്നത് ഗോൾഡ് ലോണിൽ തന്നെയാണ്. മുത്തൂറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗോൾഡ് ലോൺ ഓർമ്മ വരുന്നത്. അതേപോലെ തന്നെ ഒരു മാർക്കറ്റ് ലീഡറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ ഡിസ്പേഴ്സിങ് കമ്പനിയാണ്. ബ്രാൻഡ്, ആ ഒരു ബ്രാൻഡ് വാല്യൂ മുത്തൂറ്റ് എന്ന് പറയുന്നത് അവിടെ തന്നെ നിലനിൽക്കുന്നു. ഫിനാൻഷ്യൽസ് ഒക്കെ ഒരുമാതിരിപ്പെട്ട രീതിയിലൊക്കെ വളരെ ശക്തമാണെന്നൊക്കെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതിനെക്കുറിച്ച് നമ്മൾ അധികം ബോധറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിൽ, ഇന്നത്തെ പരിസ്ഥിതിയിൽ നമുക്ക് കുറച്ച് റിസ്കുകളും കൂടി പറയാതെ മുമ്പോട്ട് വിട്ടു കഴിഞ്ഞാൽ ഈ ഒരു അധ്യായം പൂർണ്ണമാവില്ല. ഒന്നാമത്തെ ഏറ്റവും വലിയ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേറ്ററി റിസ്ക് തന്നെയാണ്. ഇപ്പോൾ പറയുന്ന പോലെ തന്നെ RBI ഗോൾഡ് ലോണിന്റെ മുകളിൽ വളരെയധികം പിടിമുറുക്കി വരികയാണ്. അതായത് ലോൺ ടു വാല്യൂ റേഷ്യോ തന്നെ പിടിമുറുക്കിയിട്ടുണ്ട്. കാരണം പല NBFCസും 80%, 99% വരെ ലോൺ ടു വാല്യൂ കൊടുക്കുന്നവരുണ്ട്. അതായത് ഒരുമാതിരി പേഴ്സണൽ ലോൺ പോലെ കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ പലപ്പോഴും ഒരു വലിയൊരു റിസ്ക് നേരിടുന്നതാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ലിസ്റ്റഡ് ആയിട്ടുള്ള പല NBFCസും ഉണ്ട്. ലിസ്റ്റഡ് ആയിട്ടുള്ള ചില ബാങ്കുകൾ ഉൾപ്പെടെ, ഒരു പ്രൈവറ്റ് ബാങ്കുകൾ ഉൾപ്പെടെ ഈ പറഞ്ഞ പോലെ LTV എന്ന് പറയുന്നത് വളരെ ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ മുത്തൂറ്റിനെ സംബന്ധിച്ച് ഒരു 63%, 65%-ന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഗോൾഡ് പ്രൈസിന്റെ വോളട്ടിലിറ്റിയാണ്. ഗോൾഡ് പ്രൈസ് എങ്ങോട്ട് പോകും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും മുത്തൂറ്റിന്റെ ആക്ച്വലി ഉള്ള ഒരു ഭാവി. 65% എന്ന് വെച്ച് കഴിഞ്ഞാൽ 35% ഒരു കുഷൻ അവിടെ ഉണ്ട്. അതായത് ഗോൾഡ് പ്രൈസ് ഇന്നത്തേക്കാളും ഒരു 30-35% താഴോട്ട് വന്നാൽ പോലും അസറ്റിനെ ബാധിക്കില്ല. അതായത് ഗോൾഡ് ലോൺ ഡിസ്പോഴ്സലിന്റെ ഒരു റിക്കവറിയെ ബാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡ് വേണമെങ്കിൽ, കൊളാട്രൽ കൊടുത്തുള്ള ഗോൾഡ് വേണമെങ്കിൽ എടുത്ത് വിറ്റിട്ട് മുതലാക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ ഗുണം. പക്ഷെ എങ്കിൽ പോലും
ഇതിനേക്കാളും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹെയർ കട്ട് ഇത്രയും ഉണ്ടെങ്കിൽ കൂടിയും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ചസിന് മുകളിൽ ഒരു പ്രഷർ വളരെയധികം കൂടും. കൂടാതെ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും സ്വർണ്ണം വിട്ട് പോകില്ലെങ്കിൽ പോലും നോൺ പെർഫോമിംഗ് അസറ്റ് കുത്തനെ കൂടാനുള്ള സാധ്യതകളും വളരെ കൂടുതലുണ്ട്. പ്രധാനമായിട്ടും ഇതാണ് ഏറ്റവും വലിയ രണ്ട് റിസ്കുകൾ. ഒന്ന് റെഗുലേറ്ററി റിസ്ക് ആണ്, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസ് ആണ്. ഈ രണ്ട് റിസ്കുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ ഇതിന് കാര്യമായിട്ടുള്ള വലിയ റിസ്കുകളില്ല. അതുപോലെ തന്നെ മറ്റു പല കമ്പനികളെയും, കേരളത്തിലെ പല കമ്പനികളും പാരമ്പര്യമായിട്ട് തുറന്നു വരുന്ന പല NBFCസിന് ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് തലമുറ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു വലിയൊരു റിസ്ക് ആണ്. പക്ഷെ മുത്തൂറ്റിനെ സംബന്ധിച്ച് ഈ തലമുറ മാറ്റം ഉടനെ അങ്ങോട്ട് ഉണ്ടാകില്ല. അടുത്തൊരു എന്തായാലും 2-3 വർഷത്തേക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് വരുന്നൊരു റിസ്ക്കും ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു 2-3 വർഷം എന്ന് പറയുന്ന ഒരു പീരീഡിലേക്ക് നിങ്ങളൊരു നിക്ഷേപത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ റിസ്ക് ഇല്ലാതെ നിക്ഷേപിക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് ആയിരിക്കും മുത്തൂറ്റ് ഈ ഒരു വില നിലവാരത്തിലൊക്കെ തന്നെ. എല്ലാവർക്കും ദീപാവലിയുടെ നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു തെറ്റ് നമുക്ക് വേണ്ടി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.